ഞാൻ ഗോഡൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്നറിയാവോ നിങ്ങൾക്ക്? സത്യം പറഞ്ഞാൽ എന്നെ സോളിൽ നിന്ന് വിളിച്ചതാ, ഞാൻ പോയില്ല. നിങ്ങൾക്കൊരു അസൂയ തോന്നുന്നു എന്നോട്. ജിയോ ഫൈബർ ആക്ക്. ഈ ജിയോ ഫൈബർ ഒന്നും അപ്രൂവ് ചെയ്ത് കിട്ടത്തില്ല. ജിയോ ഫൈബറിനൊന്നും തീരെ സ്പീഡില്ലെന്നാണ് പറയണത്. ഏറ്റവും നല്ല രീതിയിൽ RP ചെയ്തവർക്ക് ഒരാൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ്. ഞാനൊരു പോളോ എല്ലാം ഇട്ട് വോട്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഡിസിഷനായിട്ട് തന്നെ തിരഞ്ഞെടുക്കാം. നിന്റെയൊക്കെ നാട്ടിൽ നീ മാത്രമേ ഉണ്ടാവുള്ളൂ. നിന്റെ വീട്ടിൽ വൈഫൈ ഉള്ളത് നിനക്ക് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും വൈഫൈ ഒന്നും ഇല്ല. മനസ്സിലായ? ഉവ്വെന്ന് ജിയോ ഫൈബർ ആക്ക്. ബ്രോ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ ഈ ജിയോ ഫൈബർ ഒന്നും അപ്രൂവ് ചെയ്ത് കിട്ടത്തില്ല. അതായത് ജിയോ ഫൈബറിനൊന്നും തീരെ സ്പീഡില്ലെന്നാണ് പറയണത്. നമ്മുടെ ഇവിടെ നല്ല സ്പീഡുള്ള ഹൈ സ്പീഡ് നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ സ്പീഡ് കാണിച്ചു തരാം നിങ്ങൾക്ക്. സ്പീഡ് നോക്കിക്കോ, എൻ്റെ സ്പീഡ് ടെസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ വൈഫൈ കണ്ടിട്ട് നിങ്ങൾക്ക് അന്നേരം മനസ്സിലായി. എൻ്റെ വൈഫൈയുടെ സ്പീഡ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്നോടൊരു അസൂയ തോന്നും. കണ്ടാ? കേറ് അങ്ങോട്ട് കേറിപ്പോട്ടെ. ഏതാ കണ്ടാ? 933 ഡൗൺലോഡ് MB/s. 933. കമോൺ, അപ്ലോഡിങ് 919, 920 പറ്റും, കുറച്ചുകൂടെ പറ്റും. 1 GB അടുപ്പീര്. അത്രേ ഉള്ളൂ. കണ്ടാ? ഇപ്പം നിങ്ങൾക്ക് എന്നോടൊരു അസൂയ തോന്നും. നിങ്ങൾക്കൊരു അസൂയ തോന്നും എന്നോട് ഈ സ്പീഡിലൊക്കെയാണോ? ഏതാ എടാ? കേരള വിഷൻ കണ്ടാ? അല്ലാതെ ഉപ്പ നെറ്റ്വർക്ക് അല്ല. കേരള വിഷൻ പ്രോപ്പർ 5G സിറ്റിയാണ് ഞങ്ങളുടെ കൂടൽ. ഞാൻ ഗോഡൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്നറിയാവോ നിങ്ങൾക്ക്? സത്യം പറഞ്ഞാൽ എൻ്റെ നാടിനുമായിട്ട് സാമ്യമുള്ളൊരു പേരായിരിക്കണം. അതുകൊണ്ടായിരുന്നു ഞാൻ ഗോഡൽ തിരഞ്ഞെടുത്തത്. എന്നെ സോളിൽ നിന്ന് വിളിച്ചതാണ്, ഞാൻ പോയില്ല. കാരണം എൻ്റെ സ്ഥലത്തിൻ്റെ പേര് കൂളെന്നല്ലല്ലോ. ഏത് മനസ്സിലായോ? എൻ്റെ സ്ഥലത്തിൻ്റെ പേര് കൂടൽ എന്നാണ്. അപ്പം ഗോഡൽ. മനസ്സിലായോ? കേരള വിഷൻ. ഞങ്ങളുടെ സിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് കിടില സിറ്റിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ അങ്ങനെ കണ്ണാപ്പിയുടെ കൂടെ സ്പെൻഡ് ചെയ്തു. കണ്ണാപ്പിയുടെ കൂടെ ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? കണ്ണാപ്പി വിഷയമായിരുന്നല്ലേ? സത്യം, കണ്ണാപ്പി വിഷയമായിരുന്നല്ലേ? കണ്ണാപ്പിയുടെ കൂടെ ഡേ വിഷയമായിരുന്നു. അപ്പം നമ്മൾ ഈ ഡേ ഓരോരുത്തരുടെ കൂടെയുള്ള ഡേ എല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേ ഗൈസ്, നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ ഒരു പ്രോപ്പർ ഇത് പറഞ്ഞിട്ട് നമുക്കതിൽ ബെസ്റ്റ് ഒരാൾക്കൊരു നല്ലൊരു അവാർഡ് കൊടുക്കണം. അതായത് നല്ലൊരു അവാർഡ്, മനസ്സിലായോ? ഏറ്റവും നല്ല രീതിയിൽ RP ചെയ്തവർക്ക് ഒരാൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പം ഞാനൊരു പോളോ എല്ലാം ഇട്ട് വോട്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഡിസിഷനായിട്ട് തന്നെ തിരഞ്ഞെടുക്കാം. അങ്ങനെ തിരഞ്ഞെടുത്തിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്ത ഒരാൾക്ക് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം. അതെ, കണ്ണാപ്പി നൈസായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ വിത്ത് ചന്ദ്രബോസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രബോസേ ഞാൻ സിറ്റിയിൽ വരും, നിനക്ക് എന്തോന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം, നീ എന്തോന്ന് വെച്ചാൽ ചെയ്യാം. ബാബു വരും. എടാ എല്ലാവരും ഉണ്ട്. അപ്പോൾ ബാബു വരും. അപ്പോൾ എല്ലാവരുടെയും കൂടെ ചെയ്യും. ബാബു ഇപ്പോൾ ഒരു ഫാമിലി ട്രിപ്പിലാണ്. അവനൊരു ചെറിയൊരു ഫാമിലി ട്രിപ്പിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അവൻ അത് കഴിഞ്ഞിട്ടേ സിറ്റി കയറി തുടങ്ങത്തുള്ളൂ.